ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മുടെ കമ്പം ഡെയിലി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ആരെങ്കിലും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരണം കേട്ടോ. കാരണം ഇത് ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. നമ്മൾ ആദ്യം ഇട്ട ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ ആദ്യം ഫസ്റ്റ് പാർട്ട് ഒന്ന് കണ്ടിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലൂടെ കടന്നു വന്ന മനോഹരമായ ഭംഗിയെല്ലാം കണ്ടു. അതിനുശേഷം നമ്മൾ തമിഴ്നാടിൻ്റെ കമ്പം ഭാഗത്തെത്തിയേക്കുവാണ്. നമ്മൾ ഓൺ ദ വേ തന്നെ കാണുകയാണ് കേട്ടോ. ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് പോയിട്ടില്ല. അപ്പം എൻ്റെ വഴിക്ക് തന്നെ മുന്തിരിത്തോട്ടം കൂടി കാണാനായിട്ട് ഇങ്ങോട്ട് പോന്നേക്കുവാണ്. മുന്തിരി പറിക്കുന്ന ബോക്സുകളാണിത്. ജെനിസ് ഗ്രേപ്സ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് MSR ഗ്രേപ്സ് എന്ന ഒരു തോട്ടവും ഉണ്ട്. ഈ ജെനിസ് ഗ്രേപ്സും അതുപോലെ MSR ഗ്രേപ്സ്, ഈ രണ്ട് മുന്തിരിത്തോട്ടങ്ങളും പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം മാത്രം, ഇതൊരു ഏക്കർ കണക്കിന് മുന്തിരിത്തോട്ടമാണ് കേട്ടോ ജെനിസിൻ്റെയും അതിന് MSRൻ്റെയൊക്കെ ഉള്ളത്. അതിനകത്ത് ഒരു ഭാഗം പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുവാണ്. അപ്പോൾ പബ്ലിക്കിന് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ മുന്തിരിത്തോട്ടത്തിൽ കയറി ഫോട്ടോ എടുക്കാനും ആ കാഴ്ചകൾ എൻജോയ് ചെയ്യാനും എല്ലാം ഇവർ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജെനിസ് ഗ്രേപ്സിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നടന്നിങ്ങനെ പോകാനായിട്ട് എൻ്റെ തോട്ടത്തിലേക്ക് കേട്ടോ. നമ്മൾ പോകുമ്പോൾ കാണുന്ന അപ്പുറം ഇപ്പുറം മുഴുവനും മുന്തിരി ഇങ്ങനെ കാച്ചും അതുപോലെ ചെറുതായിട്ടുണ്ടായി ഒക്കെ കിടക്കുന്നതാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയയാണ് ഇവർ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാ ഏക്കർ കണക്കിന് തോട്ടമെല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നടുക്ക് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കാണാം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനകത്തേക്ക് കയറാനായിട്ട് പ്രവേശനമില്ല കേട്ടോ. അകത്തേക്ക് കയറി നോക്കൂ, മുന്തിരി കാഴ്ച കൊലച്ച് കിടക്കുവാണ്. അതിസുന്ദരമായ കാഴ്ചയാണ് കേട്ടോ. ഇതൊരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ ഒരു മനോഹരമായ ദൃശ്യം എല്ലാവരും ആസ്വദിക്കണമെന്ന് ഞാൻ പറയുവാണ്. ഇവിടെ ഉള്ളതെല്ലാം കറുത്ത മുന്തിരിയാണ്. കറുപ്പ്, പിങ്ക് ആ കളർ മുന്തിരികളാണ്. പച്ച കളർ മുന്തിരി ഇവിടെ ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു. അത് ബാംഗ്ലൂരാണ് കാണാൻ പറ്റുന്നതെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ മുന്തിരി പറിക്കരുത് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഈ മനോഹരമായ ഈ ഒരു ഭംഗി ആസ്വദിച്ചങ്ങനെ നടക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു മനോഹരമായ ദൃശ്യം കണ്ട് മയങ്ങി നിൽക്കുകയാണെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി നമ്മളിങ്ങനെ നോക്കുമ്പോൾ, മുകളിലേക്ക് നോക്കുമ്പോൾ മുന്തിരി കൊലച്ച് കാഴ്ച ഇങ്ങനെ കിടക്കുന്ന ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാനാവുന്ന അപ്പുറമാണ് കേട്ടോ. നമ്മൾ ഈ ജെനിസ് ഗ്രേപ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ എൻട്രൻസിൽ തന്നെ ജെനിസ് ഗ്രേപ്സിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ബജ്ജി അങ്ങനെയൊക്കെ കിട്ടുന്ന ചായ സ്നാക്സ് കിട്ടുന്നതും അതുപോലെ തന്നെ ഇവിടുന്ന് പറിച്ചെടുത്ത മുന്തിരി അവിടെ വിൽക്കാനായിട്ട് കൊണ്ട് അവിടെ വെച്ചിട്ടുമുണ്ട്. അതേപോലെ തന്നെ പല വെറൈറ്റി വൈനുകളും നമുക്ക് ജെനിസ് ഗ്രേപ്സിൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റ് കം ഒരു ചെറിയൊരു മാർക്കറ്റ് പോലെയാണ് അവിടെ വാങ്ങിക്കാൻ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ജെനിസ് ഗ്രേപ്സിൻ്റെ തോട്ടത്തിലേക്ക് കയറുമ്പോൾ തന്നെയാണ് അവരുടെ സ്റ്റോൾ ഉള്ളത്. അവിടെ എല്ലാത്തരം ഇവിടുന്ന് പറിച്ചെടുക്കുന്ന എല്ലാത്തരം മുന്തിരികളുടെയും വൈനും അതുപോലെ എല്ലാ പ്രോഡക്ട്സും നമുക്ക് അവിടെ വാങ്ങിക്കാനായിട്ട് നമുക്ക് ലഭിക്കും. ഇതേപോലെ തന്നെ ഒരു തോട്ടമാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിലുള്ളത്, നമ്മുടെ MSR ഗ്രേപ്സ്. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇതിനേക്കാട്ടും കുറച്ചുകൂടി ഏരിയ കൂടുതലുണ്ട് പബ്ലിക്കിന് അവരവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്കത് നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമുക്ക് ജെനിസ് ഗ്രേപ്സിലെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ഇത് ജെനീസ് ഗ്രേപ്സിൻ്റെ തോട്ടത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. എന്തോരം മുന്തിരി നോക്കി വിളഞ്ഞു നിൽക്കുന്ന സൂപ്പറായിട്ടുണ്ടല്ലേ കാണാൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതെടുക്കണം എവിടെ പോയി നോക്കണം എന്ന് അറിയാൻ പറ്റില്ല. അതിനും മാത്രം മുന്തിരിക്കൊലകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഇതാ നോക്കി. ഞാൻ ഈ ജെനിസ് ഗ്രേപ്സിൻ്റെ തോട്ടത്തിലെ മനോഹാരിത ആസ്വദിച്ച് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ജെനിസ് ഗ്രേപ്സിൻ്റെ ആ ഒരു സ്റ്റോളിലേക്ക് പോകുകയാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന നടപ്പാതയിലെ അപ്പുറവും ഇപ്പുറവും നമ്മൾ കാണുന്നത് മുന്തിരി
പല സ്റ്റേജസുകളിലായിട്ട് വിളഞ്ഞു നിൽക്കുന്നതാണ്, പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. മുന്തിരിത്തോട്ടത്തിലെ സുന്ദരമായ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ജെനിസ് ഗ്രേപ്സിൻ്റെ ആ ഒരു ചെറിയ സ്റ്റോളിലേക്ക് എത്തി. ഇത് ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ചായ സ്നാക്സ് അതേപോലെ തന്നെ മുന്തിരിയുടെ പല വെറൈറ്റി ലഭ്യമാണ്. ഇത് ഇവിടുത്തെ പറിച്ചു കൊടുത്ത മുന്തിരികളാണ് കേട്ടോ ഇതെല്ലാം. അതും അവരിവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് തോട്ടത്തിൽ തന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് തരുന്നുണ്ട് കേട്ടോ മുന്തിരി. പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം ഒരുപാട് ഈ കീടനാശിനികൾ അടിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതുകൊണ്ട് ഞാനത് കുടിച്ചില്ല. പക്ഷേ അങ്ങനെയും അവിടെ ലഭ്യമാണ് ജ്യൂസ്. അവിടെ വെച്ച് തന്നെ നമുക്ക് പറിച്ച് അവിടെ വെച്ച് തന്നെ നമുക്ക് ഫ്രഷ് ജ്യൂസ് അടിച്ച് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ, അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതായത് വൈനുകളാണ് ഇവിടുന്ന് പറിച്ച മുന്തിരിയുടെയും അതുപോലെ പല ദിക്കിലും ഇമ്പോർട്ട് ചെയ്ത് വന്ന മുന്തിരികളുടെയും നല്ല നല്ല വെറൈറ്റി വൈനുകളാണ്. അത് ഷുഗർ ഉള്ളതും ഷുഗർ ഫ്രീ ആയിട്ടുള്ള വൈനുകൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. പല സൈസിലുള്ള വൈൻ ബോട്ടിൽസ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇതിൽ ചെറുതിനും ആഡഡ് ഷുഗർ ഉണ്ട്, മറ്റേതിനതില്ല. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ ഗുലാബ് ജാം അതുപോലെ ബാദുഷായി അങ്ങനെ പല വെറൈറ്റി സ്വീറ്റ്സും അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ബജ്ജീസും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. അതിനുശേഷം നമ്മുടെ ഹോട്ടലിലേക്ക് വന്നിരിക്കുവാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇടുക്കി ജില്ലയിൽ കൂടി വന്ന് കമ്പത്തിലേക്ക് വന്നിട്ടാണ് നമ്മൾ ഈ മുന്തിരിത്തോട്ടമൊക്കെ കണ്ടത്. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയോ ഒന്നും ചെയ്തില്ല. നമ്മളിത് കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം രാത്രി ആവണതിന് മുമ്പ് ഒരു മുന്തിരിത്തോട്ടമെങ്കിലും കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നേരെ നമ്മൾ ഹോട്ടലിൽ പോലും പോകാണ്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നത്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞു. ഡിന്നർ നമ്മൾ ചെറിയ രീതിയിൽ സ്നാക്സാണ് കഴിച്ചത്. എന്നിട്ട് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലിലേക്ക് വന്നു. ഇത് തേനിയിലാണ്. നമ്മുടെ മുന്തിരിത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് തേനി ഡിസ്ട്രിക്റ്റ് എത്തുന്നത്. മുന്തിരിത്തോട്ടം കമ്പത്താണ്. ഇപ്പോൾ താമസിക്കുന്നത് തേനിയിലാണ്. ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് കമ്പവും തേനിയും തമ്മിലുള്ളത്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ റിവീറ എന്ന് പറയുന്ന ഒരു നല്ലൊരു അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. നമ്മൾ നെറ്റ് വഴി ബുക്ക് ചെയ്തതാണ്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫോട്ടോസൊക്കെ കണ്ടതിനേക്കാട്ടും മനോഹരമായിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു. അതേപോലെ തന്നെ അവരുടെ കസ്റ്റമർ കെയർ ഒക്കെ എക്സലൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ കമ്പം തേനി ഭാഗത്തേക്ക് ഇതുപോലെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പോലെ ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് ഈ ഹോട്ടൽ കാണാനായിട്ടും. സ്വിമ്മിംഗ് പൂളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇത് അതിന് പറ്റിയൊരു ഹോട്ടലാണ്. നല്ലൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആരും കണ്ടിട്ടില്ല. നമ്മൾ പോയി കണ്ട് ബുക്ക് ചെയ്തതൊന്നും അല്ലായിരുന്നു ഹോട്ടൽ. നമ്മൾ നെറ്റ് വഴി ബുക്ക് ചെയ്തതാണ്. പക്ഷേ ഇത്രയും നല്ലൊരു ഹോട്ടലായിരിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ഈ ഭാഗത്ത് പോകുന്നുണ്ട് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയൊരു ഹോട്ടലാണ് റിവീറ കേട്ടോ. ഇത് തേനിയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നല്ലൊരു റൂമാണ്. നമ്മൾ 208 റൂം നമ്പറിലായിരുന്നു. നല്ലൊരു ബെഡും ആവശ്യത്തിന് സൗകര്യമെല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു റൂമൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ കസ്റ്റമർ സർവീസ് എടുത്തു പറയത്തക്ക വിധം പ്രാധാന്യം തന്നെയാണ്. കാരണം അത്രയും നല്ലൊരു കസ്റ്റമർ കെയർ ആയിരുന്നു അവർ നമുക്ക് തന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിൻ്റെ നേരെ സൈഡിൽ തന്നെ ഒരു അമ്പലമുണ്ട്. നമ്മുടെ ജനൽ തുറക്കുമ്പോൾ തന്നെ അമ്പലത്തിലേക്കാണ് നമുക്ക് ആ ഒരു അമ്പലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെയോ സൈഡിൽ ഒരു അമ്പലമോ അല്ലെങ്കിൽ ഒരു പള്ളിയോ ഒരു മോസ്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ദേവാലയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അതിലൂടെ കിട്ടുന്നത്, അല്ലേ? അപ്പം നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊന്ന് പോകാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിത് താഴത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഹോട്ടലിൻ്റെ, അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ നമുക്ക് റൂമൊക്കെ അടച്ചിട്ടൊന്ന് താഴത്തേക്കൊന്ന് പോയാലോ? അപ്പോൾ എല്ലാവരും വരും. നമുക്ക് താഴത്ത് പോയി എന്താണ് നമുക്ക് ഇവിടെ ഡിന്നർ ഉള്ളതെന്നൊക്കെ നോക്കാം. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നതുകൊണ്ട് തന്നെ ഡിന്നർ നന്നായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മോക്ക് ഓർഡർ ചെയ്തത് പാസ്തയാണ്. പിന്നെ ഞങ്ങൾ ബട്ടർ നാനാണ് വാങ്ങിച്ചത്. ബട്ടർ നാനും ചിക്കൻ വറുത്തരച്ച കറി. അത് ചിക്കൻ വറുത്തരച്ചെന്നല്ല, അതിൻ്റെ പേര് അവിടെ കോഴി വറുത്തരച്ച കറി എന്നാണ്. അപ്പോൾ തമിഴ്നാട് സ്റ്റൈലാണ് അവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ തമിഴ്നാട്ടിലാണല്ലോ പോയേക്കുന്നത്. അപ്പോൾ പോയി നമ്മൾ നാടൻ കേരള സ്റ്റൈൽ വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ അവിടെ ലഭ്യമായതും തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ വറുത്തരച്ച കറിയാണ്. അപ്പോൾ അത് വാങ്ങിച്ചു. അതുപോലെ ഞാൻ വാങ്ങിച്ചു. പിന്നെ മോക്ക് പാസ്തയാണ് വാങ്ങിച്ചത്. പിന്നെ ഷീ കബാബ് വാങ്ങിച്ചു. ഫിഷ് ടിക്ക വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ ജ്യൂസ് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു ഡെസേർട്ടായിട്ട് ഷാഹി തുക്കടയാണ് വാങ്ങിച്ചത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എല്ലാ ഫുഡും. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു ഹോട്ടലാണ്.
റിവീറ. അപ്പോൾ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോകുവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. അതേപോലെ തന്നെ നാളെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് അമ്പലത്തിലൊന്ന് പോയി ഒരു ശുഭദിനം നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. അപ്പോൾ ലൈക്കും ഷെയറും അതുപോലെ വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു പാർട്ടാണ്, അത് നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ കമ്പം തേനി ട്രിപ്പിൻ്റെ പാർട്ട് 3യിൽ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയതിന് ശേഷം നമ്മൾ പോകുന്നത് നമ്മൾ MSR വൈൻയാർഡിലേക്കാണ്. നമ്മൾ ജെനിസ് ഗെയിംസിൽ പോയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു അടിപൊളി വൈൻയാർഡ് വേറൊരെണ്ണം കൂടിയുണ്ട്. MSR ആണ്. ജെനിസ് ഗെയിംസിൽ നിന്ന് ഞാൻ അവിടെ വന്ന ആളുകളിൽ നിന്നും അറിഞ്ഞത് ജെനിസ് ഗെയിംസിനെയും കാട്ടും കുറച്ച് കൂടുതൽ ഏരിയ പബ്ലിക്കിനെ വിട്ടുകൊടുത്തിട്ടുണ്ട് നമ്മുടെ MSR. അപ്പം നാളെ നമുക്ക് അവിടെ ചെന്ന് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം. അതോടൊപ്പം തന്നെ ഒരുപാട് റോസപ്പൂവിൻ്റെയും ബന്ദിപ്പൂവിൻ്റെയും തോട്ടങ്ങൾ ഈ ഒരു കമ്പം ഭാഗത്തുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് നാളെ കയറാം. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പാർട്ട് 3 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാർട്ട് 2 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയോട് കൂടി ഞാൻ ഉറങ്ങാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.